SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 8 ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന മൊഡ്യൂളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡാറ്റകൾ, ഒരുപാട് ഫാക്ട്സുകൾ നമുക്കിവിടെ പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, റൂറൽ ആൻഡ് അർബൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഈ മൊഡ്യൂളിലെ. അപ്പൊ ഇതൊരു വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലെ വേൾഡ് പോപ്പുലേഷൻ നമ്മൾ ചുരുക്കി പറയണം. അതിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ HSA സോഷ്യൽ സയൻസിന്റെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള നമ്മുടെ SS വേൾഡ് അക്കാദമിയിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളോടെ ലഭിക്കുന്നതാണ്. വെറും 500 രൂപ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഫീ ആയിട്ട് വരുന്നത്. ബാക്കി നമ്മുടെ കോഴ്സ് ഫീ നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 തവണകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് ഫീ അടച്ചു തീർക്കാവുന്നതാണ്. കോഴ്സ് ഫീ വളരെ ചെറിയ കോഴ്സ് ഫീ ആണ്. അപ്പോൾ കോഴ്സ് ഫീയെ കുറിച്ചുള്ള വിവരങ്ങളും കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക. 81 29 529 102 എന്ന വാട്സപ്പ് നമ്പറിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സിലബസ് ആണിത്. ഇപ്പോൾ സിലബസിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് ഈ സിലബസും. ഈ സിലബസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആകെ നോക്കുന്നത് പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത്, ഇതിലെ കുറച്ച് ഫാക്ട്സുകൾ മാത്രമാണ് നോക്കുന്നത്. സൂചിപ്പിച്ച പോലെ ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. വേൾഡ് പോപ്പുലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 2016-ലും 2022-ലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏത് ഭാഗത്താണ് ചോദിച്ചതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇന്ത്യൻ ജനസംഖ്യ, ഇതിപ്പോ നമ്മുടെ വേൾഡ് പോപ്പുലേഷന്റെ ഭാഗമല്ല, എന്നാൽ ഇതിന്റെ ചോദ്യം നമുക്ക് കാണാൻ പറ്റും. വേൾഡ് പോപ്പുലേഷൻ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ശതമാനമാണ്? അപ്പോൾ കാരണം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ ഗ്രോത്ത്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ഗ്രോത്ത് റേറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കാനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കേരളത്തിന്റെ ഡെമോഗ്രാഫിക് ട്രാൻസിഷനെ കുറിച്ച് നമുക്ക് തോന്നുന്നു മൊഡ്യൂൾ 4-ലാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ ഭാഗമായിട്ട് അവിടെ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേൾഡ് ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വേൾഡ്, ഇന്ത്യ, കേരളം, ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോ 2016-ൽ ചോദിച്ച ചോദ്യം കേട്ടോ. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ 16%. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ നമുക്ക് പഠിക്കാറുണ്ട്. ഇത് 2011-ലെ കണക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ അവിടെ നോക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 92 2016-ലെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിയേറ്റം നടത്തുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഇപ്പോൾ കുടിയേറ്റം എന്ന് പറഞ്ഞ വലിയൊരു ടോപ്പിക് ഉണ്ട്, മൈഗ്രേഷൻ. അപ്പൊ കുടിയേറ്റത്തിന്റെ തലങ്ങൾ, 4 തലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിയേറ്റം നടത്തുന്നത് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാനുള്ള ഒരു എന്തുകൊണ്ടാണ്, കാരണം നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഏതെല്ലാം ഏരിയയിലൂടെ എങ്ങനെ പഠിച്ചു പോകണം എന്നുള്ളതാണ്. പക്ഷേ 2016-ലൊക്കെ ബേസിക് ചോദ്യം ഡയറക്റ്റ് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഫാക്ടുകളായിട്ട് ചോദിക്കും എത്ര ശതമാനം, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് എത്ര ശതമാനം, അല്ലെങ്കിൽ അതിന്റെ വർധനവ് എത്ര ശതമാനമാണ്. അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്കത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി 2022-ൽ ചോദിച്ച 82-ാമത്തെ ചോദ്യം. 2011-ലെ സെൻസസ് അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 1000-ൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം. അപ്പൊ നമ്മളിതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ, നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സിലബസ് എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ അതുണ്ട്, പബ്ലിക് ഗ്രൂപ്പിലൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഡേറ്റ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ 2011-ലെ സെൻസസ് അനുസരിച്ച് ചതുരശ്ര കിലോമീറ്ററുള്ള സംസ്ഥാനങ്ങൾ എത്രയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ചോദ്യം തന്നെ നിങ്ങൾ നോക്കുക. ശരിക്കും ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും പക്ഷെ നന്നായിട്ട് ആഴത്തിൽ മനസ്സിലാക്കിയ ഒരാളുകൾക്ക് മാത്രമേ ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യൻ സംസ്ഥാനം ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 1000-ൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്നാണ്. അപ്പൊ നമ്മൾ 1000-ൽ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം അറിയണം.
അല്ല, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോ ഇതിന്റെ ആൻസർ പശ്ചിമ ബംഗാളാണ്. അപ്പോൾ 1000-ൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ മാത്രമല്ല, പിന്നെ സംസ്ഥാനങ്ങളുണ്ട്, നമ്മളത് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇവിടെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഒക്കെ ഇപ്പോൾ 1000-ൽ കുറവ് ആണെന്നുള്ളത് ചതുരശ്ര കിലോമീറ്റർ ജനസാന്ദ്രത ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് വിശദമായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചതുരശ്ര കിലോമീറ്റർ 1000-ൽ കുറവുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം, 1000-ൽ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഇത്ര മുതൽ ഇത്ര വരെയുള്ളത് സംസ്ഥാനങ്ങൾ ഏതെല്ലാം. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ. ഇനി 95-ൽ അടുത്തൊരു മൈഗ്രേഷൻ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. 2011-ലെ സെൻസസ് അനുസരിച്ച് അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ നടക്കുന്നത് ആരാ? നിങ്ങൾ നോക്കുക, ഈ ചോദ്യത്തിന്റെ രീതി നിങ്ങൾ നോക്കുക. അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ നടക്കുന്നത് ഏതാണെന്നുള്ളത്. അപ്പോൾ കുടിയേറ്റങ്ങൾ പലതരത്തിലുണ്ട്. അത് നമ്മൾ വിശദീകരിച്ച് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ജസ്റ്റ് 1 മാർക്ക് എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് അല്ലാത്തൊരു ചോദ്യം ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും, പക്ഷെ ഇത് ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്രയും വിശദീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിലെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിലിപ്പോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ക്ലാസ്സിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ നോട്ടിലുണ്ടാവും, സ്റ്റഡി നോട്ടിൽ. നിങ്ങൾ അത് പ്രിന്റ് എടുത്ത് പഠിക്കാനുള്ളത്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ഞാൻ എന്നും പറയുന്ന പോലെ ഒരു കാര്യം പറയണം, ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡേറ്റകൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. യെസ്, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, റൂറൽ ആൻഡ് അർബൻ. അപ്പൊ നമുക്ക് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ഡെമോസ്, ഗ്രാഫി ചേർന്ന ഡെമോഗ്രഫി, ജനസംഖ്യശാസ്ത്രം എന്ന വാക്കുണ്ടായത്. ഓക്കെ, അപ്പോൾ ഡെമോസ് എന്ന പദത്തിന് ജനങ്ങളെന്നും ഗ്രാഫി എന്ന പദത്തിന് എഴുതുക എന്നുമാണ് അർത്ഥം. അപ്പോൾ ഒരു രാജ്യത്തെ ജനസംഖ്യയും അവയുടെ ഘടനാപരമായ സവിശേഷതകളും വിശകലനം ചെയ്യുന്ന ഒരു ശാഖയാണ് ഇത്, ഈ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. മാത്രമല്ല എന്താണ് ജൂലൈ 11 എന്നുള്ളത് ലോക ജനസംഖ്യാ ദിനം. ഇനി ജോൺ ഗ്രാന്റ്, ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇദ്ദേഹം ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ജോൺ ഗ്രാന്റ് ആണ് കേട്ടോ, ഗ്രാൻഡ് ആയിട്ടുള്ള ഒരാളാണ് ജോൺ ഗ്രാന്റ്. കാരണം ഈ ജനസംഖ്യ ശാസ്ത്രത്തിന്റെ പിതാവ്, ജനസംഖ്യയെ കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ഒരാളാണല്ലോ. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം ഈ ഒരു ജനസംഖ്യയെ കുറിച്ച് പഠനം നടത്തേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലഘുലേഖയായിട്ടുള്ള നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ മെയ്ഡ് അപ്പോൺ ദ ബിൽ ഓഫ് മൊറാലിറ്റി ആണ് ഈ ശാസ്ത്രത്തിലെ ആദ്യ പ്രസിദ്ധീകരണം. അപ്പോൾ 1604 മുതൽ 1661 വരെ രേഖപ്പെടുത്തിയുള്ള ലണ്ടനിലെ ജനന മരണ വിവരങ്ങളുടെ അവലോകനവും വിശകലനവുമാണ് ഈ ലഘുലേഖയിലുള്ളത്. അപ്പൊ ഇത് ആദ്യം തയ്യാറാക്കിയത് ആരാണ്? ജോൺ ഗ്രാന്റ് ആണ്, നമ്മുടെ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പുസ്തകമാണ് നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ മെയ്ഡ് അപ്പോൺ ദ ബിൽ ഓഫ് മൊറാലിറ്റി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രസിദ്ധീകരണമാണ്. ഓക്കെ, യെസ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഫാക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫാക്ട്സുകളാണ് നമുക്കിവിടെ പഠിച്ചു വെക്കാനുള്ളത്. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതെന്നാണ്. ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 1987 ജൂലൈ 11 കേട്ടോ. എന്താണ് 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്. ഓക്കെ, ഇപ്പോൾ 1989 ഐക്യരാഷ്ട്ര വികസന സമിതിയുടെ ഭരണസമിതിയിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ, 1989 ഐക്യരാഷ്ട്ര വികസന സമിതിയുടെ ഭരണസമിതിയാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞെന്നാണ് 1987 ജൂലൈ 11 കേട്ടോ. അപ്പൊ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലൊക്കെ ജനിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അല്ലെങ്കിൽ 1987 1987 ജൂലൈ 11, കാരണം അന്നാണല്ലോ ഈ 500 കോടി തികഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ വർഷം പ്രധാനപ്പെട്ടതാണ്. 1989 ഐക്യരാഷ്ട്ര വികസന സമിതിയുടെ ഭരണസമിതിയാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ ആണെന്നല്ലേ? ഇപ്പൊ ലോക ജനസംഖ്യ 500 കോടി തികച്ച കുഞ്ഞാണ് മത്തേജ് ഗാസ്പർ ആണ് 500 കോടി തികച്ച കുഞ്ഞാണ്. ആര്? മാതേജ് ഗാസ്പർ, ക്രൊയേഷ്യക്കാരിയാണ്. അതൊന്ന് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. അപ്പൊ 500 കോടി, അപ്പൊ 500 കോടിയാമത്തെ കുട്ടിയാണ് ആര്? ക്രൊയേഷ്യക്കാരിയായിട്ടുള്ള മതേജ് ഗാസ്പർ. ഇതൊക്കെ റെക്കോർഡിക്കൽ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതുപോലെ ആസ്ത, ഇവിടെ മെയ് 11 2000 വർഷത്തിൽ ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയായി.
നിങ്ങൾ നോക്കുക, ഇന്ത്യൻ ജനസംഖ്യ മെയ് 11 2000 ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയായി. അപ്പൊ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ ജനിച്ച അസ്ത അറോറ എന്ന പെൺകുഞ്ഞാണ് 100 കോടി തികച്ച ഖ്യാതി നേടിയത്. അപ്പൊ അത് 100 കോടി തികച്ച കുട്ടിയാണ് ആസ്ത. ഓക്കെ, എന്നാണ് മെയ് 11 2000 കേട്ടോ. 2000 മെയ് 11. യെസ്, ഓക്കെ നോക്കിക്കോളാം. അതേപോലെ 2000 മെയ് 11 ജനിച്ച ആളുകളുണ്ടോ നോക്കുക. പിന്നെ 2K കിഡുകളില്ല. ലോക ജനസംഖ്യ 2000 കോടി തികച്ച കുഞ്ഞിന്റെ പേര്, ഇതൊരു രസകരമായിട്ടുള്ള പേരാട്ടോ. ലോക ജനസംഖ്യ 600 കോടി തികച്ച കുഞ്ഞിന്റെ പേരാണ് D68 എന്നാണ്. D68 കേട്ടോ. D68 ആണ് ലോക ജനസംഖ്യ 600 കോടി തികച്ച കുഞ്ഞിന്റെ പേര്. അപ്പൊ ഈ പേരൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഒക്കെ വരും. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യം കൂടിയ രാജ്യമാണ് ഇത്, ജപ്പാൻ. നമുക്ക് ആയുർദൈർഘ്യം എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാണ്ട്. ഇവിടെ കുറച്ച് ഫാക്ട്സുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓരോന്ന് നോക്കേണ്ടത് ആയുർദൈർഘ്യം കൂടിയ രാജ്യങ്ങൾ, കുറഞ്ഞ രാജ്യങ്ങൾ, അവിടെ എത്രയാണ് അവരുടെ വയസ്സ്, ഇന്ത്യയിലെ ഇതിന്റെ സംസ്ഥാനങ്ങൾ, അതിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്, ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിച്ചു വെച്ച് പോകേണ്ടതുണ്ട് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ, ലേറ്റസ്റ്റ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ. ഐക്യരാഷ്ട്ര സംഘടന ജനസംഖ്യ സംബന്ധിച്ച ഏജൻസിയാണ് UNFPA. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യ സംബന്ധിച്ച ഏജൻസിയാണ് ഇത്, UNFPA. ഇനി 2011 സെൻസസ് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇപ്പൊ ഏതാണ്? ഇന്ത്യയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഇപ്പൊ ജനസംഖ്യയിൽ നമ്പർ 1 ആരാ നമുക്ക് നോക്കാം. ആരാണ് ജനസംഖ്യയിൽ നമ്പർ 1 ആയിട്ടുള്ളത്? ചൈനയെ പിന്തള്ളി ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറി. നമ്മളെല്ലാവരും അറിഞ്ഞ വാർത്തയാണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏപ്രിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 142.86 കോടിയും ചൈനയുടെ ജനസംഖ്യ 142.57 കോടിയുമാണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ ജനസംഖ്യ 2023 ഏപ്രിൽ 142.86. അപ്പോൾ 2023 ഏപ്രിലാണ് ഇന്ത്യ ചൈനയെ ബ്രേക്ക് ചെയ്തത്. ഏറ്റവും ജനസംഖ്യ കൂടിയ തലസ്ഥാന നഗരം ഏതാണ്? ഷാങ്ഹായ് ആണ്. ഏറ്റവും ജനസംഖ്യയുടെ തലസ്ഥാന നഗരം, ഇങ്ങനെ തലസ്ഥാനേതര നഗരമാണ് ഇത്, നമ്മുടെ ഷാങ്ഹായ്. അപ്പൊ ഏറ്റവും ജനസംഖ്യ കൂടിയ തലസ്ഥാനേതര നഗരം ഷാങ്ഹായ്. അന്താരാഷ്ട്ര ജനസംഖ്യാ വികസന കോൺഫറൻസ് നടന്നത് 2004 കെയ്റോയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്. അന്താരാഷ്ട്ര ജനസംഖ്യാ വികസന കോൺഫറൻസ് നടന്നത് 2004 കെയ്റോയിലാണ്. അതുപോലെ തന്നെ 8 ബില്യൺ ഡേ, ലോക ജനസംഖ്യ 800 കോടി കടന്നത്. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. 800 കോടി കടന്നതായിട്ട് ഐക്യരാഷ്ട്ര സംഘടന അടയാളപ്പെടുത്തിയ തീയതിയായിരുന്നു 2022 നവംബർ 15. 2022 നവംബർ 15 ലോക ജനസംഖ്യ 800 കോടി കടന്നു. ഓക്കെ, പോപ്പുലേഷൻ നോക്കുക. അതിൽ തന്നെ 142 കോടി എവിടെയാണ്? 142.86 ഇന്ത്യയിലും 142.5 ചൈനയിലുമാണ്. ഇപ്പൊ ലോക ജനസംഖ്യയിൽ തന്നെ നല്ലൊരു ശതമാനം ജനസംഖ്യ എവിടെയാണ്? ഈ രണ്ട്, നമ്മുടെ ഇന്ത്യയിലും ചൈനയിലുമാണ് അല്ലെ. അപ്പൊ 1974 400 കോടിയായിരുന്ന ജനസംഖ്യയാണ് 2022 ആയപ്പോഴേക്കും 800 കോടി ആയിരിക്കുന്നത്. 1947 400 കോടിയായിരുന്ന ജനസംഖ്യ, അപ്പൊ നിങ്ങൾ നോക്കുക 74 400 കോടിയായിരുന്നു. അപ്പൊ 74 ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പോ ഏകദേശം 26 വർഷം ആകുമ്പോൾ 2000 ആയല്ലോ. പിന്നെ അതിലേക്കൊരു 25 കൂടി, അപ്പൊ 51 വർഷം. ഈ ഒരു 50 വർഷത്തിന്റെ ഇടയിൽ നോക്കുക 400 കോടി പോപ്പുലേഷൻ പിന്നെ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന കണക്ക് പ്രകാരം ലോക ജനസംഖ്യ 600 കോടി തികഞ്ഞതെന്നാണ് 1999 ഒക്ടോബർ 12. ഓക്കെ, ലോക ജനസംഖ്യ 600 കോടി തികഞ്ഞതെന്നാണ് 1999 ഒക്ടോബർ 12. ഈ വർഷങ്ങളൊക്കെ പഠിച്ചു നോക്കുക കേട്ടോ. ഈ 500 കോടി തികഞ്ഞത്, 100 കോടി തികഞ്ഞത്, 800 കോടി തികഞ്ഞത് എന്നുള്ളതൊക്കെ പഠിച്ചു നോക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. 1989 ഒക്ടോബർ 12 600 കോടി എന്ത് ചെയ്തിട്ടുള്ളത്, തികഞ്ഞിട്ടുള്ളത്. ഇനി 2024 ലോക ജനസംഖ്യ ഏകദേശം 8.1 ബില്യൺ 810 ആയി കണക്കാക്കുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ്, ഇപ്പൊ നമുക്കത് രസകരമായിട്ടുള്ളൊരു വേൾഡ് പോപ്പുലേഷൻ മീറ്റർ അങ്ങനെ എന്തോന്നില്ല, അത് ലൈവ് പോപ്പുലേഷൻ എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ലൈവ് പോപ്പുലേഷൻ ഗൂഗിൾ ചെയ്യുമ്പോൾ ഡേറ്റകളൊക്കെ അവിടെ വളരെ കൃത്യമായിട്ട് കിട്ടും, ലൈവായിട്ടുള്ളത്. അതൊക്കെ റെക്കോർഡുകൾ, ആ റെക്കോർഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ. കാരണം ഇപ്പൊ മരണം നടന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇന്ന് മരണം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന്റെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേക്കും അത് റെക്കോർഡ് ആവുമെന്ന് തോന്നും അല്ലെ. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ യഥാർത്ഥ കണക്ക് ലൈവ് പോപ്പുലേഷൻ എന്ന് പറയുമെങ്കിലും ഈ റെക്കോർഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇപ്പോൾ നടക്കുന്നതല്ല. എന്നാലും നമുക്ക് കാണാൻ പറ്റും വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഇപ്പൊ ജനനിരക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക ജനസംഖ്യ എടുത്ത് നോക്കും, 1 സെക്കൻഡിൽ എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ട്, ഇന്ത്യയിൽ 1 സെക്കൻഡിൽ എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ട്, അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് തന്നെ ഡെത്ത് റേറ്റിന്റെ ലൈവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ
എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട്, അതായത് എത്ര റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, മരണപ്പെട്ട ആളുകളുടെ വിവരം, ജനിച്ച ആളുകളുടെ വിവരം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ലൈവ് പോപ്പുലേഷൻ എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോ 1974 നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 600 കോടി 1999 ഒക്ടോബർ 12-നാണ്. ഇനി 2024 നമ്മൾ പറഞ്ഞു, ലോക ജനസംഖ്യ ഏകദേശം 8.1 ബില്യൺ, 810 കോടിയായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ 2004 ജനസംഖ്യയുടെ പ്രമേയം, ഇങ്ങനെയുള്ള ഓരോ നമ്മുടെ ഈ സോഷ്യൽ സയൻസിലെ സിലബസുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ദിനങ്ങൾ ഉണ്ടായിരിക്കും. ഈ ദിനങ്ങൾക്കൊക്കെ ഇപ്പൊ ജനസംഖ്യാ ദിനം, അതുപോലെ തന്നെ മണ്ണ് ദിനം, അല്ല അങ്ങനെ ഒരുപാട് ദിനങ്ങളുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിലൊക്കെ ആ ദിനങ്ങളിലൊക്കെ ഓരോ തീമുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ 2024 തീം, ഇതൊക്കെ നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം? നമ്മുടെ GK കറണ്ട് അഫയേഴ്സിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. GKയുടെ ഭാഗത്തൊക്കെ 2024 ജനസംഖ്യാ ദിന പ്രമേയമാണ് ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ. ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നുള്ളതാണെന്നുള്ളത്. അതൊക്കെ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ കൗണ്ട് എവരി വൺ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ജനസംഖ്യാ ദിന പ്രമേയമാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്നും ചോദിക്കാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷെ 2023-ലാണ് 24-ലാണ് അത് എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ല, അല്ലെങ്കിൽ ഇനിയിപ്പോ 25-ൽ വരാനുണ്ട്. അപ്പൊ 2024-ലാണ് ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നുള്ള തീം അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ തീമുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് അങ്ങനെ പഠിക്കാനുണ്ടല്ലോ. യെസ്, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ എനിമിറേറ്റർ ആരാണെന്നുള്ളത്, ജനസംഖ്യ കണക്കെടുപ്പ് നടന്ന വ്യക്തിയാണ് എനിമിറേറ്റർ എന്ന് പറയുന്നത്. ഓരോ വീടും സന്ദർശിച്ച് കണക്കെടുപ്പുകൾ നടത്തുന്നു, നമുക്കറിയുന്ന കാര്യമാണ്. ഈ മാൽത്തൂസിയൻ സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ഒരു ജനസംഖ്യയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠനം നടത്തുമ്പോൾ മാൽത്തൂസിയൻ സിദ്ധാന്തം, ജനസംഖ്യാ സ്ഫോടനം ഉണ്ടാകാനിടയുള്ള പ്രശ്നത്തെയാണ് ആദ്യമായി ലോകത്തിനുള്ളിൽ അവതരിപ്പിച്ച ധനതത്വ ശാസ്ത്രജ്ഞനാണ് ആര്? ഇംഗ്ലീഷുകാരനായ തോമസ് മാൽത്തൂസ്. ഇപ്പൊ ജനസംഖ്യ വർധനവിനനുസരിച്ച് പ്രകൃതി വിഭവങ്ങൾ വർദ്ധിക്കുന്നില്ല അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ജനനിരക്ക് ഇരട്ടിയായി വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യവിഭവങ്ങൾ നേരിയായ വ്യത്യാസത്തോടെ കൂടിയോ കുറയുകയോ ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു. ജനസംഖ്യയും അതുപോലെ തന്നെ ഭക്ഷ്യവിഭവവും തുല്യ അനുപാതത്തിൽ വർദ്ധിച്ചില്ലെങ്കിൽ ലോകത്ത് മഹാദുരന്തങ്ങൾ ഉണ്ടാകുന്ന മാൽത്തൂസ് പ്രവചിക്കുന്നു. അതുപോലെ അതിനാൽ തന്നെ ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനം അനുസരിച്ച് ജനസംഖ്യാ നിയന്ത്രണം ആവശ്യമാണെന്ന് ആര് പറഞ്ഞു? ആര് കരുതി? നമ്മുടെ തോമസ് മാൽത്തൂസ്. ഓക്കെ, ഇനി നോക്കിക്കോളുക, ഇയർ ഓഫ് ദ ഗ്രേറ്റ് ഡിവൈഡ്. 1921 വരെയുള്ള വർഷങ്ങളിൽ വളരെ സാവധാനത്തിലായിരുന്നു ജനസംഖ്യ വർധനവ്. എന്നാൽ 1921 ശേഷം ഇന്ത്യ രാജ്യത്ത് വൻ തോതിലുള്ള വളർച്ചാ നിരക്ക് ദൃശ്യമായി. അതിനാൽ 1921 വർഷം ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, 1921 ശേഷമാണ് വലിയൊരു രീതിയിലുള്ള പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുള്ളത്. ഇനി വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ +1 +2 NCERT ജോഗ്രഫിയിലുള്ള പോയിന്റുകളാണ് നമ്മളിപ്പോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 3 ഘടകങ്ങളുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട്, സാമ്പത്തികപരമായിട്ടുള്ള, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ. ഇപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ട് ജലലഭ്യത, ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, സാമ്പത്തികം, ധാതുക്കൾ, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. സാമൂഹികമായിട്ട് അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അങ്ങനെ സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാ വിതരണങ്ങൾ പല രാജ്യങ്ങളിലായിട്ട്, പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകളോട് പറയുന്നുണ്ട് നമ്മുടെ NCERT പുസ്തകത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനസംഖ്യാ പഠനത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, അല്ലെ. ഇപ്പൊ നമ്മൾ ഒരുപാട് ശാസ്ത്ര ശാഖകളുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ജനസംഖ്യയെ കുറിച്ച് പഠനം നടത്താനുള്ള ഒരു ശാസ്ത്രശാഖയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സ്വർണത്തിനല്ല, സ്ത്രീക്കും പുരുഷനും മാത്രമാണ് ഒരു ജനത്തെ മഹത്തരവും ശക്തമാക്കാൻ കഴിയുക. അപ്പോൾ ഈ ഒരു പ്രസ്താവന പറഞ്ഞത് റാൽഫ് വാഡോ എമേഴ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അത് ഈ ഒരു ജനസംഖ്യാ മേഖലയിൽ പഠനം നടത്തുന്നത്, ഡെമോഗ്രഫി ഫീൽഡിൽ പഠനം നടത്തുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, റാൽഫ് വാഡോ എമേഴ്സ്റ്റന്റെ അഭിപ്രായത്തിൽ ഏതൊരു സ്ത്രീയോ പുരുഷനോ സത്യത്തിനും വിശ്വാസത്തിനും വേണ്ടി നിലകൊള്ളുന്നുവോ, യാതനകൾ സഹിച്ച് എതിരിട്ട് നിൽക്കുന്നുവോ, മറ്റുള്ളവർ നിദ്രയിലായിരിക്കുമ്പോഴും പ്രവർത്തന നിരതരായിരിക്കുന്നുവോ, മറ്റുള്ളവർ പിന്തിരിഞ്ഞോടുന്നിടത്തും സധൈര്യം മുന്നേറുന്നുവോ, അവരാണ് ഒരു രാഷ്ട്രത്തിന്റെ തൂണുകൾ മണ്ണിലായെത്തി ആകാശത്തോളം പടുത്തുയർത്തുന്നത്. അപ്പോ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടെയുള്ള ആ ഒരു പോപ്പുലേഷൻ പഠനം നടത്തി ലോകത്ത്, രാജ്യത്തിനകത്ത് എങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വിഭവങ്ങൾ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ള തലങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഡെഫിനിഷൻ വിരൽ ചൂണ്ടുന്നത്.
അപ്പൊ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോകത്ത് 600 കോടിയിൽ കൂടുതൽ ജനങ്ങൾ സാന്നിധ്യം ഉണ്ടെന്ന് രേഖപ്പെടുത്തി. ലോക ജനസംഖ്യ അസന്തുലിതമായതാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക ജനസംഖ്യ അസന്തുലിതമായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ നോക്കുക, ഏറ്റവും ഭൂപ്രകൃതി കൂടുതലുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കുറവും, ഭൂപ്രകൃതി വളരെ കുറവുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കൂടുതലും, അത് വിഭവത്തിന്റെ കാര്യത്തിലൊക്കെ അത് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു എന്തുകൊണ്ടാണ് ലോക ജനസംഖ്യ അസന്തുലിതമായാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഈ 600 കോടി ജനങ്ങളും ഇപ്പോ നമ്മൾ ഓരോ കോണ്ടിനെന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സെപ്റ്റ് നമ്മുടെ അന്റാർട്ടിക്ക ഒഴിച്ച് ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങൾ 6 ഭൂഖണ്ഡങ്ങളിലൊക്കെ പോപ്പുലേഷനിൽ വളരെ കാര്യമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അപ്പോൾ എല്ലാം ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ വൻകരകൾ അതൊക്കെ നമ്മൾ ഇനി നോക്കുന്നുണ്ട് എത്രയാണ് എന്നുള്ളത്. ഇപ്പൊ ഏഷ്യ ആണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോകത്തിൽ 600 കോടിയിൽ കൂടുതൽ ജനങ്ങൾ രേഖപ്പെടുത്തി. ലോക ജനസംഖ്യ അസന്തുലിതമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഡെഫിനേഷനും കൂടി ഉണ്ട്. ഏഷ്യയിലെ ജനസംഖ്യയെ കുറിച്ച് ജോർജ് ബി ക്രേസി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്. ക്രേസി, അത് ക്രേസി ആയിട്ടൊരു ഡെഫിനേഷൻ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഏഷ്യയിൽ അനേകം സ്ഥലങ്ങളിൽ ജനങ്ങൾ കുറവും കുറച്ച് സ്ഥലങ്ങൾ ജനങ്ങൾ കൂടുതലുമാണ്. അല്ലെ, ഒരു ക്രേസി ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡെഫിനേഷൻ ആരാ പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ അപ്പൊ നിങ്ങൾ ഏഷ്യയിൽ അനേകം സ്ഥലങ്ങളിൽ ജനങ്ങൾ വളരെ കുറച്ചുള്ളൂ, ഒരു ക്രേസി ആയിട്ടുള്ള കാര്യമല്ലേ? അതേപോലെ കുറച്ച് സ്ഥലങ്ങളിൽ ജനങ്ങൾ വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞതാരാണ്? ജോർജ് ബി ക്രേസി. ക്രേസി ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് അദ്ദേഹം പറഞ്ഞത്, കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ? അപ്പൊ ലോക ജനസംഖ്യാ വിതരണ മാതൃകയെ സംബന്ധിച്ചും ഇത് ശരിയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ജനസംഖ്യാ വർധനവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ജനസംഖ്യാ വർധനവിന്റെ പ്രത്യേകതകൾ? ജനസംഖ്യാ വളർച്ച അല്ലെങ്കിൽ ജനസംഖ്യാ മാറ്റം എന്നത് നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്നവരുടെ എണ്ണത്തിൽ വരുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഈ മാറ്റം അനുകൂലമോ പ്രതികൂലമോ ആവാം. ഇത് കേവലമായ സംഖ്യകളായോ ശതമാനത്തിലോ കണക്കാക്കാം. ഒരു പ്രദേശത്തെ ജനസംഖ്യാ മാറ്റം അവിടുത്തെ സാമ്പത്തിക വികസനത്തെയും സാമൂഹിക ഉന്നമനത്തിനും ചരിത്രവും സാംസ്കാരികവുമായിട്ടുള്ള പശ്ചാത്തലത്തിന്റെയും ഒരു പ്രധാന സൂചകമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ജനസംഖ്യാ വർധനവ് ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ നമ്മുടെ കേരളം, അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് വർധനവ് നടക്കുന്നത്, ഏറ്റവും കുറവ് എവിടെയാണ്, ലോകത്ത് ഏത് രാജ്യത്താണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തരം തിരിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനെക്കുറിച്ച് പഠനം നടത്തേണ്ടതുണ്ട്. ഓക്കെ, ഇനി ജനസംഖ്യ ഭൂമിശാസ്ത്രത്തിലെ ചില അടിസ്ഥാന ആശയങ്ങളാണ്. ജനസംഖ്യ ഭൂമിശാസ്ത്രത്തിലെ ചില അടിസ്ഥാന ആശയങ്ങൾ. ഒന്ന് ജനസംഖ്യ വളർച്ച, ജനസംഖ്യ വളർച്ചാ നിരക്ക്, സ്വാഭാവിക ജനസംഖ്യ വളർച്ച, അനുകൂല ജനസംഖ്യ വളർച്ച, പ്രതികൂല ജനസംഖ്യ വളർച്ച. ഓക്കെ, ഇനി ഇത് ഓരോന്നോരോന്ന് എന്താണെന്ന് ചർച്ച ചെയ്യാം. ഇപ്പൊ ജനസംഖ്യ വളർച്ച, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് 2 സമയങ്ങൾക്കിടയിൽ ജനസംഖ്യയിലെ വ്യത്യാസമാണ് ജനസംഖ്യ വളർച്ച എന്നറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് 2001 ജനസംഖ്യ 102.70 കോടിയെ 2011 ജനസംഖ്യ 121 കോടിയിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ജനസംഖ്യ വളർച്ച യഥാർത്ഥ എണ്ണത്തിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ഡയറക്റ്റ് കുറച്ചാൽ മതി, അല്ലെ? 18.15 കോടിയാണ് അവിടെ എന്തുള്ളത്, അവിടെ വർധനവ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കിത് ശതമാനത്തിലും കാണാം. ഇതിന്റെ ശതമാനം എടുത്താൽ മതി. ഇപ്പോൾ അത് കാണാൻ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കുക, 102.7 മൈനസ് 121.02 എത്ര കിട്ടി നമുക്ക്? 18.15. 18.15 ഡിവൈഡ് ബൈ 102.70 ടൈംസ് 100. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടുന്ന് ഉള്ള ഒരു പോപ്പുലേഷൻ വളർച്ച എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഇനി നോക്കുന്നതാണ്. അപ്പൊ ഇനി ജനസംഖ്യ വളർച്ചാ നിരക്ക് ജനസംഖ്യാ മാറ്റത്തെ ശതമാന കണക്കിൽ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ 2024 ലോക ജനസംഖ്യ വളർച്ചാ നിരക്ക് 0.9 ആയിരുന്നു, ലോക ജനസംഖ്യ വളർച്ചാ നിരക്ക്. അപ്പൊ 2011 ഇന്ത്യയുടെ ശരാശരി വളർച്ചാ നിരക്ക് 1.63. ഇപ്പൊ ലോക ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക്. അപ്പൊ ശതമാനമായിരുന്നെങ്കിൽ, ഇപ്പൊ നിങ്ങൾ 2011 1.63 ശതമാനമായിരുന്നെങ്കിൽ 2024 അത് 1.2% കുറഞ്ഞു. പഠിച്ചു വെക്കണം, പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ടേബിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വേഗമായിരിക്കും, അത്യാവശ്യം നല്ല ബോറിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിരിക്കും ഇങ്ങനെയുള്ള ഈ ഡേറ്റ വെച്ചിട്ടുള്ള പഠനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പഠിച്ചു വെക്കില്ലാതെ നമുക്ക് വേറെ നിവർത്തിയില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നോട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ടോപ്പിക് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളെ കോഴ്സിൽ ചെയ്യുന്നത്, ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള നോട്ട് എന്ത് ചെയ്യാണ് നിങ്ങളെ കയ്യിലേക്ക് തരികയാണ് ചെയ്യുന്നത്. ആ നോട്ടും അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതിലുണ്ടാവും. അപ്പൊ ആ നോട്ട് നന്നായിട്ട് പഠിക്കുക, അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് കാണാതെ പഠിക്കുക. ഓരോ ടോപ്പിക്കിനും നമ്മൾ ചുരുങ്ങിയത് 50-ലേറെ ചോദ്യങ്ങൾ, അത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്. എങ്ങനെയൊക്കെ ആ ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിൽ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെല്ലാം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ,
മറ്റേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചുള്ളൂ അതിന്റെ പെർസെൻറ്റേജ്. സ്റ്റേറ്റ്മെന്റ് ആണ് കൂടുതൽ ചോദ്യങ്ങളും. ഇപ്പോൾ കോഴ്സിലുള്ള ആളുകൾക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ 2024 11 അപേക്ഷിച്ച് ഇന്ത്യയുടെ ജനസംഖ്യ കുറയാണ് ചെയ്തിട്ടുള്ളത്. 1.2 1.63 എന്നുള്ളത് 1.2% കുറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെത് 0.9%. ഈ ശതമാനങ്ങളൊക്കെ പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി എന്താണ് സ്വാഭാവിക ജനസംഖ്യ വളർച്ച നിരക്ക്? ഓക്കെ, നോക്കാം. ഇവിടെ രണ്ട് നിശ്ചിത സമയങ്ങൾക്കിടയിൽ ഒരു നിശ്ചിത പ്രദേശത്തെ ജനസംഖ്യയിൽ ജനനവും മരണവും തമ്മിലുള്ള അനന്തരം മൂലം ഉണ്ടാകുന്ന വളർച്ചയാണ് സ്വാഭാവിക വളർച്ചാ നിരക്ക്. അപ്പോൾ ഇവിടെ ജനനനിരക്കിന്റെയും മരണനിരക്കിന്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പൊ സ്വാഭാവിക വളർച്ചാ നിരക്ക് കിട്ടാൻ വളരെ ഈസിയാണ്. അവിടെയുള്ള ആ ഒരു കാലയളവിനുള്ളിൽ ജനനം, എത്ര ആളുകൾ ജനിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഡിഫറൻസ് നോക്കിയാൽ മതി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വാഭാവിക ജനസംഖ്യ വളർച്ചാ നിരക്ക് കിട്ടും. അപ്പോൾ ഒരു രണ്ട് നിശ്ചിത സമയങ്ങൾക്കിടയിൽ ഒരു നിശ്ചിത പ്രദേശത്തെ ജനസംഖ്യയിൽ ജനനവും മരണവും തമ്മിലുള്ള അന്തരം മൂലം ഉണ്ടാകുന്ന വളർച്ചയുണ്ടോ? അനന്തരമല്ല, അന്തരം. ജനനവും മരണവും തമ്മിലുള്ള അന്തരം മൂലം ഉണ്ടാകുന്ന വളർച്ചയാണ് ഇത് നമ്മുടെ സ്വാഭാവിക വളർച്ചാ നിരക്ക്. ഇനി യഥാർത്ഥ ജനസംഖ്യ വളർച്ചാ നിരക്ക് കിട്ടും. എങ്ങനെയാ? ജനനം മൈനസ് മരണം പ്ലസ് കുടിയേറ്റം മൈനസ് കുടിയിറക്കം. ഇത് യഥാർത്ഥ ജനസംഖ്യ വളർച്ച ഇങ്ങനെ കിട്ടും. കാരണം ആ പ്രദേശത്തുള്ള ആളുകൾ കുടിയേറ്റം, പുറത്തേക്ക് പോകുന്ന ആളുകളുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു അന്തരം വെച്ച് ഇപ്പൊ ജനനം മരണം ഇവരുടെ അന്തരം പ്ലസ് കുടിയേറ്റം കുടിയിറക്കം ഇവരുടെ അന്തരം. വളരെ ഈസിയാണ് അത് പഠിച്ചു വെക്കാൻ, യഥാർത്ഥ ജനസംഖ്യ വളർച്ചാ നിരക്ക്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനമായിട്ട് കുറച്ച് ലേറ്റസ്റ്റ് ഫാക്ടുകൾ ഒന്ന് നോക്കി നോക്കാം. 2021 ഇന്ത്യയുടെ മൊത്തം പ്രത്യുൽപാദന നിരക്ക്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.0 ആയി കുറഞ്ഞതായി ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 2024 ഇന്ത്യയുടെ മൊത്തം പ്രത്യുൽപാദന നിരക്ക് അത് 1.91 ആയിട്ട് കുറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അപ്പൊ അത് കുറയാണ് ചെയ്യുന്നത്. ഇനി ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 താഴെയാവുമ്പോൾ ജനസംഖ്യ സ്ഥിരതയിലേക്ക് നീങ്ങുന്നതായി കണക്കാക്കാം. അപ്പൊ ഇതൊരു ശുഭകരമായിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഈ സ്ഥിരതയായിട്ടുള്ള ഒരു വളർച്ചയാണ് കാണിക്കുന്നത്. ലോകത്തിന്റെ സ്വാഭാവിക ജനസംഖ്യ വളർച്ചാ നിരക്ക് 2024 1.14% കുറഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ കണക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിച്ചു വെക്കുക. ശതമാനം വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പഠിക്കുക, അതേപോലെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്തത് അനുകൂല ജനസംഖ്യ വളർച്ചാ നിരക്ക്, അതുപോലെ പ്രതികൂല ജനസംഖ്യ വളർച്ചാ നിരക്ക്. രണ്ട് നിശ്ചിത കാലങ്ങൾക്കിടയിൽ ജനനിരക്ക് മരണനിരക്കിനേക്കാൾ കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് സ്ഥിരമായി കുടിയേറുമ്പോൾ ഇത് സംഭവിക്കാം. പ്രതികൂല ജനസംഖ്യ വളർച്ച, രണ്ട് നിശ്ചിത സമയങ്ങൾക്കിടയിൽ ജനസംഖ്യ കുറയുമ്പോഴാണ് അത് പ്രതികൂല ജനസംഖ്യ വളർച്ച എന്നറിയപ്പെടുന്നത്. ജനനിരക്ക് മരണനിരക്കാൻ കൂടുമ്പോഴാണ് ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോഴോ ഇത് സംഭവിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ജനസംഖ്യാ വ്യതിയാനത്തിന്റെ ഘടകങ്ങൾ നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. ജനസംഖ്യാ വ്യതിയാനത്തിന് കാരണമാകുന്ന 3 ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ജനനം, മരണം, കുടിയേറ്റം. അപ്പോൾ പ്രതിവർഷം ഓരോ 1000 പേരിലും എത്ര പേർ ജീവനോടെ ജനിക്കുന്നു എന്ന രീതിയിലാണ് ക്രൂഡ് ജനനനിരക്ക് പ്രസ്താവിക്കുന്നത്. അപ്പോൾ പ്രതിവർഷം ഓരോ 1000 പേരിലും എത്ര പേർ ജീവനോടെ ജനിക്കുന്നു എന്നതാണ് ക്രൂഡ് ജനനനിരക്ക്, CBR, ക്രൂഡ് ബർത്ത് റേറ്റ് പ്രസ്താവിക്കുന്നത്. ഈ ക്രൂഡ് ബർത്ത് റേറ്റ് കാണാനുള്ള സമവാക്യമാണ് CBR = BI / P × 1000. അപ്പൊ എന്താണ് CBR എന്ന് പറഞ്ഞാൽ? ക്രൂഡ് ജനനനിരക്ക്. BI ഒരു വർഷത്തെ ജനനനിരക്കാണ്. P എന്ന് പറഞ്ഞത് ഒരു പ്രദേശത്തെ വർഷമധ്യത്തിലെ ജനസംഖ്യ. ഓക്കെ, ഒരു പ്രദേശത്തെ വർഷമധ്യത്തിലെ ജനസംഖ്യയാണ് P എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കാം ക്രൂഡ് ജനനനിരക്ക് ഇന്ത്യയും വേൾഡും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പൊ 2020, കാരണം ഇത് നമുക്ക് ഇവിടെ രണ്ട് ഭാഗത്തും വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്മുടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ് നമുക്ക് ടോപ്പിക് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ അതുകൊണ്ട് നിങ്ങൾ ആ സിലബസ് നോക്കുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു ഓർഡർ ആക്കി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വേൾഡ് പോപ്പുലേഷൻ കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ഇന്ത്യയുടെ പഠിക്കും. പിന്നെ കേരളത്തിനെ നമുക്ക് മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രതിപാദിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ 2025 ഇന്ത്യയുടെ CBR 16.551 ജനങ്ങൾ, അതായത് 1000 ആളുകൾക്ക് എന്നതായിരുന്നു എന്നാണ് പ്രവചനം. 2025 പ്രവചിച്ചിട്ടുള്ളത്. 2024 ഇത് 16.75 ആയിരുന്നു. 1000-ൽ 16.75. 2023 16.94 ആയിരുന്നു. ഓക്കെ, ഇന്ത്യയുടെ CBR 2023-24. ഇനി വേൾഡിൽ വെച്ച് നോക്കുമ്പോൾ 2025 ലോക ജനസംഖ്യ ക്രൂഡ് ജനനനിരക്ക് 17.134. 17.1 പഠിച്ചു നോക്കുക. ജനങ്ങൾ 1000 ആളുകൾക്ക് എന്ന നിലയിലേക്കാണ് താഴ്ന്നത്. ഇനി അതുപോലെ തന്നെ ഇത് 2024 17.299 എന്ന നിരക്കിൽ നിന്ന്
കുറവാണ്, ഏകദേശം 0.95% കുറവായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2024 കമ്പയർ ചെയ്ത് പറയാണ്. 2024 അത് കുറയുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോറി, 2025. 2024 ഇത് 17.299 ആയിരുന്നു. 2025 അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 17.1. അത് വരികയാണെങ്കിൽ 0.95% കുറവുണ്ടാവും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ലോക ക്രൂഡ് ജനനനിരക്ക് ഏറ്റവും ഉയർന്ന 5 രാജ്യങ്ങൾ അവയുടെ ജനനനിരക്കും ഇന്ത്യയുടെ നമ്മൾ നോക്കി. അപ്പൊ ജനനനിരക്ക് ഏറ്റവും ഉയർന്ന 5 രാജ്യങ്ങളാണ്. ഒന്ന് ഏതാണ്? നൈഗർ. അപ്പോൾ ക്രൂഡ് ജനനനിരക്ക് 44.7 ജനങ്ങൾ 1000 ആളുകളിൽ. അങ്കോള 41 1000 ആളുകൾക്ക്. ബെനിൻ, മാലി, ഉഗാണ്ട. ഇനി ക്രൂഡ് ജനനനിരക്ക് ഏറ്റവും കുറവുള്ള 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മൊണാക്കോ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ, ഉക്രൈൻ, സാൻ മറീനോ. ഓക്കെ, അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ജനസംഖ്യാ വ്യതിയാനത്തിൽ മരണനിരക്ക് ഒരു സജീവ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ ജനനനിരക്ക് കൂടുന്നുണ്ട് മാത്രമല്ല, മരണനിരക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നത് കൊണ്ടും എന്ത് സംഭവിക്കാം? ജനസംഖ്യാ വ്യതിയാനത്തിൽ മരണനിരക്ക് ഒരു സജീവ പങ്ക് വഹിക്കുന്നുണ്ട്. ജനനിരക്ക് കൂടുന്നത് കൊണ്ട് മാത്രമല്ല, മരണനിരക്ക് കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യാം? ജനസംഖ്യ വളർച്ച സംഭവിക്കാം. ഇപ്പൊ ഒരു പ്രദേശത്തെ മരണനിരക്ക് അളക്കുന്നതിനുള്ള ലളിതമായ രീതിയാണ് ക്രൂഡ് മരണനിരക്ക്, CDR, ക്രൂഡ് ഡെത്ത് റേറ്റ്. അപ്പൊ ഈ CDR, ക്രൂഡ് ഡെത്ത് റേറ്റ്, മരണനിരക്ക് സൂചിപ്പിക്കുന്നത് ഒരു പ്രദേശത്ത് ഓരോ 1000 പേരിലും എത്ര പേർ മരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ക്രൂഡ് മരണനിരക്ക് കണക്കാക്കുന്നത് CDR ഈക്വൽ D/P ടൈംസ് 1000. ഇവിടെ CDR നമുക്കറിയാം ക്രൂഡ് ഡെത്ത് റേറ്റ് ആണ്. D മരിക്കുന്നവരുടെ എണ്ണം, ഡെത്ത് റേറ്റ്. P എന്ന് പറയുന്നത് ആ വർഷത്തിലെ ശരാശരി ജനസംഖ്യ. ഓക്കെ, ഇനി നോക്കിക്കോളുക. ഒരു പ്രദേശത്തെ ജനസംഖ്യ, സാമൂഹിക പുരോഗതിയും സാമ്പത്തിക വളർച്ചയുടെ നിലവാരമാണ് അവിടുത്തെ മരണനിരക്കിനെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ക്രൂഡ് മരണനിരക്ക് ഇന്ത്യയുടെ കാര്യം നോക്കാം, അതുപോലെ വേൾഡ്. ഇപ്പൊ ഇന്ത്യ 2020 7.3, 1000-ൽ 7.3. 2021 എന്ത് ചെയ്യുന്നു? 1000-ൽ 7.34. 2022 7.38. 2020 7.4. 2024 7.47. 2025 ഇന്ത്യയുടെ ക്രൂഡ് മരണനിരക്ക് 7.5 എന്ന നിലയിൽ എത്തുമെന്ന് പ്രവചിക്കുന്നു. ഡേറ്റ കിട്ടിയിട്ടില്ല, അത്രയും ലേറ്റസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേൾഡിലെ നമുക്ക് കിട്ടിയത് 2025 ലോകത്തിന്റെ ശരാശരി ക്രൂഡ് മരണനിരക്ക് 7.6 മരണം ആളുകൾ എന്ന നിലയിലാണ്. ഓക്കെ, ലേറ്റസ്റ്റ് വിവരം. ഇനി ലോക ക്രൂഡ് മരണനിരക്ക് ഏറ്റവും ഉയർന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉക്രൈൻ, ലിത്വാനിയ, സെർബിയ, ലോത്വിയ, റൊമാനിയ. ഇനി ലോക ക്രൂഡ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞത്? ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ. ഓക്കെ, ഇതാണ് എന്തുള്ളത്? ക്രൂഡ് മരണനിരക്ക് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളും കൂടുതലായിട്ടുള്ള രാജ്യങ്ങളും. ഇനി നമ്മുടെ ഏറ്റവും കോറായിട്ടുള്ള ഭാഗമാണ്. ശരിക്കും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ മതി, ഈ ഒരു സിലബസ്. കാരണം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇത്ര മാത്രമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ലോക ജനസംഖ്യ ഇന്ത്യയിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2013 സെൻസസ് പ്രകാരം. 16% നമ്മൾ പറഞ്ഞു. ഇതിപ്പോ 2025 അടിസ്ഥാനത്തിൽ 17.78 ലോക ഓഹരി ശതമാനം. അപ്പൊ ഇനി ഇവിടെ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ അറിയാം, ഡേറ്റകൾ ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എത്ര ശതമാനം എന്നുള്ള കറക്റ്റ് തന്നെ അവിടെ ചോദിക്കും. അപ്പൊ ഇന്ത്യ നമുക്ക് ഇതിപ്പോ ലേറ്റസ്റ്റ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തുള്ള ആദ്യത്തെ ഒരു 11 രാജ്യങ്ങൾ. ഓക്കെ, ഇന്ത്യ, ചൈന, USA, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ബ്രസീൽ, നൈജീരിയ, ബംഗ്ലാദേശ്, റഷ്യ, മെക്സിക്കോ, ജപ്പാൻ. ഓക്കെ, അതിൽ ഇന്ത്യ 142, പിന്നെ 141 അത് കൊടുത്തിട്ടുള്ളത്. USA, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ബ്രസീൽ എത്രയൊക്കെയാന്നുള്ളതൊക്കെ അതൊന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു പ്രധാന ഒന്ന്, ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്രയാണെന്നുള്ളത്. ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചാ നിരക്ക്, ചൈനയുടെ ജനസംഖ്യ വളർച്ചാ നിരക്ക്, USA, ഇന്തോനേഷ്യ. ഓക്കെ, ഓരോന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ജനസാന്ദ്രതയും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടേത് 492 പെർ സ്ക്വയർ കിലോമീറ്റർ. അങ്ങനെ ചൈന ഓരോ രാജ്യത്തിന്റെയും കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ബംഗ്ലാദേശ് ആണെങ്കിൽ കൂടുതൽ 1350 പെർ സ്ക്വയർ കിലോമീറ്റർ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാണാം. അപ്പൊ ഈ ജനസാന്ദ്രതയ്ക്ക് നോക്കുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവും. ഈ രാജ്യങ്ങളൊക്കെ തന്നെ അല്ല, ജനസംഖ്യ വളർച്ചാ നിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പൊ അത് നമ്മൾ ആ സെപ്പറേറ്റ് ഹെഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വിശദമായിട്ട് നമ്മളത് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ടിൽ അവൈലബിൾ ആകുന്ന കാര്യങ്ങളാണ്. ഇനി ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങൾ. വത്തിക്കാൻ സിറ്റി 510 ജനസംഖ്യ, ലേറ്റസ്റ്റ് ഡേറ്റ. വളർച്ചാ നിരക്ക് 0.0.
ജനസാന്ദ്രത 1878. ചെറിയ രാജ്യമാണ്, അതുകൊണ്ട് തന്നെ ജനസാന്ദ്രത ഇന്ത്യയെക്കാളും ജനസാന്ദ്രത കൂടുതലാണ് എവിടെ, വത്തിക്കാൻ. അപ്പോൾ അല്ലെ, പിന്നെ ലോക ജനസംഖ്യ ശതമാനമൊക്കെ നിങ്ങൾ നോക്കിക്കോളാം, വളരെ കുറവാണ്. ഏതാണ്? ടോക്കലോ, ദെൻ ന്യൂവേ, ഫാക്ലാൻഡ് ദ്വീപുകൾ, മോൺസെറാറ്റ്. ഓക്കെ, ഇതൊക്കെ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വലിയ ടോപ്പിക്കിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ എടുത്തത്. പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ. ഇത്ര വലിയൊരു ടോപ്പിക്കിൽ ഇനി നമുക്ക് എന്തൊക്കെ നോക്കാണ്ട്, മൈഗ്രേഷൻ നോക്കാണ്ട്, സെറ്റിൽമെന്റ് ഉണ്ട്, റൂറൽ, അർബൺ, ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന് തന്നെ ചിലപ്പോൾ ഒരു 3-4 പാർട്ട് ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് അതിനെ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ഇതൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് കിട്ടാൻ റീജിയൻ ആൻഡ് ഏതാണ് നമ്മുടെ സിലബസ്, മൊഡ്യൂൾ ഏതാണ്, ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയുടെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ക്ലാസ്സുകൾ മാത്രം അതിൽ കിട്ടും. അങ്ങനെ ഓരോ മൊഡ്യൂളിലെ ക്ലാസ്സുകൾ അതിൻ്റെ പ്രൈവറ്റ് വീഡിയോ ലിങ്ക് അതിലുണ്ടായിരിക്കും, അതിൻ്റെ PPT നോട്ട് ഉണ്ടായിരിക്കും. എല്ലാ ക്ലാസ്സിനും ചിലപ്പോൾ PPT നോട്ട് ഉണ്ടാവില്ല നമ്മളെ സമയത്തിനനുസരിച്ച്. പിന്നെ പക്ഷേ നിർബന്ധമായിട്ടും അതിൻ്റെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇതെപ്പോഴാണ് പ്രിന്റ് എടുക്കാൻ തരിക, ഈ ടോപ്പിക് മൊത്തം കഴിയുമ്പോൾ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, റൂറൽ ആൻഡ് അർബൻ, ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുക്കാനുള്ളത് തരും. ചിലപ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ കൂടുതൽ നമ്മൾ കമ്പൈൻ ചെയ്യും. ഇതേപോലെ ഇന്ത്യ നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാൻ തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇനി പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ പേരും ജില്ലയും ഒരു മെസ്സേജ് മാത്രം ഇട്ടാൽ മതി. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.